once again welcome back to our YouTube channel. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹെയർ സ്മൂത്തനിങ് ക്രീം എങ്ങനെ നമുക്ക് വീട്ടിൽ പ്രിപ്പയർ ചെയ്യാന്നുള്ളതാണ്. പലപ്പോഴും പല ആൾക്കാരെ ഹെയർ കണ്ടിട്ട് നമുക്കും തോന്നിയിട്ടുണ്ടാകാം നമ്മുടെ മുടി ഇതേപോലെ ആയിരുന്നെങ്കിൽ ഈ ടെക്സ്ചറിലായിരുന്നെങ്കിൽ എന്നൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ടാകാം. പല ആൾക്കാരുടെ ഹെയർ സ്മൂത്തനിങ്, ഹെയർ കെരാറ്റിൻ, ബോട്ടോക്സ് ഇതൊക്കെ കാണുമ്പോഴും നമുക്ക് തോന്നാറുണ്ട് അല്ലെ, നമുക്കും അതുപോലത്തെ ഹെയർ ആയിരുന്നെങ്കിൽ, നമുക്കും അതുപോലെ ക്യാഷ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്കും ചെയ്യാമായിരുന്നു എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഞാൻ പാർലറിൽ പോയിട്ട് കെരാറ്റിൻ ചെയ്തിട്ടുള്ള ഒരാളാണ്. എനിക്ക് അന്ന് എന്തോ ഒരു ഓഫർ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രം എന്റെ ഈ ഒരു ഹെയർ ലെങ്ത്തിന് എനിക്ക് 7,000 ആ ഒരു റേഞ്ച് രൂപയ്ക്കാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ എനിക്ക് ആ കെരാറ്റിൻ ചെയ്ത സമയത്ത് നല്ലൊരു എഫക്ട് ഉണ്ടായിരുന്നു. അതായത് എനിക്ക് നല്ലോണം തന്നെ ഹെയർ ഫോൾ കുറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളൊരു പാർലറിൽ പോയി കെരാറ്റിൻ, ബോട്ടോക്സ് അല്ലെങ്കിൽ ഇത് സ്മൂത്തനിങ് എന്ത് പ്രൊസീജിയറുകൾ ചെയ്ത് കഴിഞ്ഞാലും അതിന്റെ ആഫ്റ്റർ ആയിട്ടുള്ള കെയർ നല്ലോണം തന്നെ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലോണം അതിന്റെ മുടി കൊഴിച്ചിലും അതിന്റെ സൈഡ് എഫക്റ്റുകളും നിങ്ങൾക്ക് മനസ്സിലാകും. ഞാൻ നല്ലോണം തന്നെ എന്റെ ഹെയർ കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ഹെയർ ഫോൾ ഒന്നും ഇല്ലാണ്ട് നല്ലോണം തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ പലപ്പോഴും നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടാവണമെന്നില്ല ഇതുപോലത്തെ ട്രീറ്റ്മെന്റുകൾ ചെയ്യാൻ വേണ്ടി. ഇപ്പൊ നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് തന്നെ ഹെയർ സ്മൂത്തനിങ് ക്രീമുകൾ നമുക്ക് നമ്മുടെ വീട്ടില് പ്രിപ്പയർ ചെയ്ത് ഉപയോഗിച്ച് നോക്കാവുന്ന കേട്ടോ. അപ്പൊ ഇതിപ്പോ നമുക്ക് പാർലറിലൊക്കെ പോയി ഒരു 6 മന്ത് ഒക്കെ നമുക്ക് റിസൾട്ട് കിട്ടും. അതിന്റെ ആ റിസൾട്ട് ലാസ്റ്റ് ചെയ്യും. പക്ഷെ നമ്മൾ നാച്ചുറൽ വേയിൽ ചെയ്യുന്ന ഈ ഒരു ട്രീറ്റ്മെന്റുകളെല്ലാം തന്നെ നമുക്ക് അത്ര ഒരു ഡ്യൂറേഷനിൽ അതിന്റെ ഒരു റിസൾട്ട് ലാസ്റ്റ് ചെയ്യത്തില്ല. പക്ഷെ എന്നാൽ നിങ്ങൾക്ക് സൈഡ് എഫക്റ്റുകൾ ഇല്ലാണ്ട് തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ നമുക്ക് ഒരു ഹെയർ സ്മൂത്തനിങ് ക്രീം വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാം. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ചാനലും സബ്സ്ക്രൈബും കൂടെ ചെയ്യാട്ടോ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ക്രീം പ്രിപ്പയർ ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മുടെ തലയിൽ പോയിട്ടുള്ളത്, എന്തൊക്കെയാണ് നമ്മൾ അതിനുവേണ്ടി ചെയ്യേണ്ടത് എന്നൊക്കെ കാണാം. ഈ ഒരു ഹെയർ സ്മൂത്തനിങ് ക്രീം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു കെറ്റിനകത്തേക്ക് 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ വീട്ടിലാണെങ്കിൽ ഇൻഡക്ഷൻ സ്റ്റൗവോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ അത് യൂസ് ചെയ്യുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ വെള്ളം നല്ലോണം തിളച്ച് വരുന്നതിന് മുന്നേ ചെറുങ്ങനെ ചൂടായി ചെറിയ ബബിൾസ് വരത്തില്ലേ, ആ ടൈമിൽ ഇതിനകത്തേക്ക് കുറച്ച് അരിപ്പൊടി ഇടുക. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 1.25 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഹെയറിൻ്റെ ലെങ്ത് അനുസരിച്ച് ക്വാണ്ടിറ്റി കൂട്ടിയും കുറച്ചും എടുക്കാം. അപ്പോൾ ഞാനിത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നു. നല്ലോണം തന്നെ ഇളക്കി കൊടുക്കുക. നല്ലോണം ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് കട്ടയില്ലാണ്ട് നമുക്ക് അടുക്കി പിടിക്കാണ്ടും നല്ലോണം തന്നെ മിക്സ് ചെയ്ത് കിട്ടത്തുള്ളൂ. അത് മിക്സ് ചെയ്ത് കിട്ടിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് തണുക്കാൻ വേണ്ടി വെക്കണം. കാരണം ഇത് നല്ല ചൂടായി കിട്ടും. അപ്പോൾ അല്പ സമയം എടുക്കും ഇത് തണുക്കാൻ വേണ്ടിയിട്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രീസറിലോ ഫ്രിഡ്ജിലോ എങ്ങനെ വേണം വെക്കാം. അപ്പോൾ ഇത് നല്ലോണം തണുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ട ഒരു 4 ടീസ്പൂൺ തൈരാണ്. അപ്പോൾ ആ തൈര് ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എഗ്ഗിൻ്റെ വൈറ്റ് ആട്ടോ. അപ്പോൾ ഒരു എഗ്ഗിൻ്റെ വൈറ്റാണ് നമുക്ക് വേണ്ടത്. മുട്ടയുടെ മഞ്ഞ ചേർക്കുമ്പോൾ നല്ല സ്മെല്ലുണ്ടാകും. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം, നല്ലതാണ്, നിങ്ങളുടെ തലമുടിക്ക് നല്ലതാട്ടോ. അപ്പം ഞാനിപ്പോൾ ഇട്ടപ്പോൾ മുട്ട പൊട്ടിച്ച സമയത്ത് ചെറിയ മഞ്ഞയും കൂടെ അതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു. അത് മൈൻഡ് ചെയ്യേണ്ട കുഴപ്പമില്ല. പിന്നെ നമുക്കതിനകത്തേക്ക് ഒരു ടീസ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങളുടെ മുടി നല്ല ഓയിലിയാണ്, ഡ്രൈ ആണ്, അതിന് ഡിപ്പെൻഡ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഓയിൽ എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നല്ലോണം തന്നെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് തലയിൽ പുരട്ടാവുന്നതാണ്. അപ്പോൾ ഇത് ആഴ്ചയിലൊന്നും നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. പക്ഷേ ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ തലമുടിയിൽ ചെറിയ തോതിൽ ഹെയർ സിറോ അല്ലെങ്കിൽ ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ളൊരു ഓയിലോ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ ഈ ഒരു സ്മൂത്തനിങ് ക്രീം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കേട്ടോ റെഡിയാക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് വാട്ടർ ആയി കഴിഞ്ഞാൽ തലയിൽ ഇരിക്കത്തില്ല. അപ്പൊ നമുക്ക് ഇത് നല്ലോണം തന്നെ മെൽറ്റ് ചെയ്തിട്ട് വേണം. മെൽറ്റ് മീൻസ് കട്ട ഉണ്ടാകാൻ പാടില്ല. നല്ലോണം തന്നെ ഇത് മിക്സ് ആയിട്ടുണ്ടാവണം. എന്നിട്ട് വേണം നമുക്ക് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. തലയിൽ നല്ലോണം തന്നെ തേച്ച് പോയിട്ട് കേട്ടോ. ഇതിപ്പോ അത്രമാത്രം നല്ല തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കിതിങ്ങനെ തലയിൽ ഇതേപോലെ അപ്ലൈ ചെയ്തിട്ട് ഇതേപോലെ ഇത് കോംബ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ മുടിയുടെ എല്ലാം ഉള്ളിലോട്ട് തന്നെ എത്തിക്കോളൂ കേട്ടോ. അങ്ങനെ കംപ്ലീറ്റ് ഹെയർ ലെങ്ത്തിലും കൂടെ ഇത് അപ്ലൈ ചെയ്യണം. അതായത് സ്കാൽപ്പിൽ മാത്രമല്ല ഹെയർ ലെങ്ത്തിലും കൂടെ അപ്ലൈ ചെയ്യണമെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് ആ മൊത്തത്തിൽ ഹെയറിന് ഒരു സ്മൂത്തനിങ് എഫക്റ്റ് കിട്ടത്തുള്ളൂ. വേണമെങ്കിൽ നല്ല ഡ്രസ്സ് മാറ്റിയിട്ട് ചീത്ത ഡ്രസ്സ് ഇട്ടിട്ട് നിൽക്കാം, ഇല്ലെങ്കിൽ ഡ്രസ്സിൽ കൂടിയൊക്കെ ആകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഞാനിപ്പോ ഈ ഡ്രസ്സ് മാറ്റാൻ മറന്നുപോയി എന്നുള്ളതാണ് വാസ്തവം. ഒന്ന് കണ്ണാടി നോക്കിയിട്ട് ഹെയറിൽ മൊത്തം സ്പ്രെഡ് ചെയ്തിട്ട് വരാവേ.
അങ്ങനെ തലയിൽ മൊത്തം ഇതേ രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മുടി ഞാൻ പുറകിൽ ബൺ ചെയ്ത് കെട്ടി കൊടുത്തു. അവിടെ എല്ലാം തലയിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 20 to 30 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്തതിനു ശേഷം കഴുകി കളയുന്ന ടൈമിൽ ഷാമ്പൂ ഉപയോഗിക്കണം എന്ന് ഒരു നിർബന്ധമില്ല. കാരണം ഇതിന് തന്നെ നിങ്ങൾക്ക് ഒരു ഷാമ്പൂവിന് എഫക്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ. ഒരു കണ്ടീഷണർ മസ്റ്റ് ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പൊ നമുക്കൊരു 30 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തതിനു ശേഷം ഹെയർ വാഷ് ചെയ്തതിനു ശേഷം കാണാം കേട്ടോ. സോ നമ്മൾ എങ്ങനെയാണ് ഒരു ഹെയർ സ്മൂത്തനിങ് ക്രീം വീട്ടിൽ പ്രിപ്പയർ ചെയ്യുന്നത്, എങ്ങനെയാണ് തലയിൽ അപ്ലൈ ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ നിങ്ങൾ കണ്ടു കാണൂ അല്ലെ. അപ്പം ഇതൊരു നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്ന തോന്നുവാണെങ്കിൽ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു റിസൾട്ട് എന്നുള്ളത് കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. മറ്റൊരു വീഡിയോ കാണുന്ന എല്ലാവർക്കും